ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ രചന ആദ്യടുത്ത് പറയേണ്ട, വേണ്ട മോനെ, നീ ഒന്നിനും പോകണ്ട, നീ പ്രതികാരം ചെയ്യാൻ ഒന്നിനും പോകണ്ട, ആകാശ് പറയണതൊന്നും നീ കേൾക്കണ്ട എന്നൊക്കെ പറയട്ടെ. അങ്ങനെ രചന ഇങ്ങനെ ചേർത്ത് പിടിക്കാട്ടോ, നീ ഒന്നിനും പോകണ്ട മോനെ, സോറി എന്നൊക്കെ പറഞ്ഞ് ക്ഷമയൊക്കെ ചോദിക്കേണ്ട ആദ്യടുത്ത്. ഇതെല്ലാം തന്നെ ആകാശ് ഒളിഞ്ഞിരുന്ന് കേൾക്കുന്നുണ്ട്. ഇവരെ കൊണ്ട് എന്തിനെ കൊള്ളാം, ഇവരെന്തിനാ തീറ്റി പോറ്റിക്കണത്, ഒരു കാര്യമില്ല എൻ്റെ കുഴി തോണ്ടാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശം കടന്നു പോവാട്ടോ. ശേഷം രചന മറ്റൊരു നമ്പറിൽ നിന്ന് മഹേഷിനെ വിളിക്കുകയാണ്. ഹലോ മഹേഷ്, ഞാൻ രചനയാണ്, കോൾ കട്ട് ചെയ്യരുത്. മഹേഷ് ഫോൺ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മറ്റൊരു നമ്പറിൽ നിന്ന് വിളിക്കുന്നത്. മഹേഷ്, എനിക്ക് മഹേഷിനോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ നിനക്ക് പറയാനുള്ളതെന്ന് മഹേഷ് ചോദിക്കുമ്പോൾ, ഞാൻ എന്ത് തെറ്റാ മഹേഷ് ചെയ്തത്? എൻ്റെ മോള് ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ കാണാൻ വന്നത് ഇത്ര വലിയ തെറ്റാണോ? ഒരിക്കലല്ല എന്ന് മഹേഷ് പറയണം. നിനക്ക് നിന്റെ മോളെ കാണാം, സംസാരിക്കാം, പക്ഷെ എൻ്റെ പെർമിഷൻ ചോദിക്കണമായിരുന്നു. ഇപ്പോൾ ആദ്യമാണ് ഹോസ്പിറ്റലിൽ കിടക്കണമെന്നുണ്ടെങ്കിൽ ഓടിക്കേറി മഹേഷ് വരില്ലേ കാണാനായിട്ട്. നമ്മൾ തമ്മിലുള്ള താലിബന്ധം അറുത്ത് മാറ്റിയെങ്കിലും കുട്ടികൾ നമ്മുടെ തന്നെയാണ്. മഹേഷ്, ഇപ്പൊ മഹേഷ് നോക്കൂ, ചിപ്പിക്കൊരു വിവാഹം വരികയാണ്. അവിടെ അമ്മയുടെ സ്ഥാനത്ത് എൻ്റെ പേരല്ലേ എഴുതുള്ളൂ. കോടതി ഇഷ്ടയുടെ പേരെഴുതാൻ സമ്മതിക്കുമെന്ന് മഹേഷിന് തോന്നുന്നുണ്ടോ? അതുപോലെ തന്നെ ആദ്യയുടെ കാര്യത്തിലാണെങ്കിലും മഹേഷിന്റെ പേരല്ലേ ഞാൻ എഴുതുള്ളൂ അച്ഛന്റെ സ്ഥാനത്ത്. അതുകൊണ്ട് എനിക്കിപ്പോ ചിപ്പിനെ കാണാൻ വരാൻ അവകാശമില്ലേ മഹേഷ്? ഞാൻ പറഞ്ഞല്ലോ, അവകാശമുണ്ട്. പക്ഷെ അതിന് നീ എന്റെ സമ്മതം ചോദിക്കണമായിരുന്നു, നേരത്തെ അനുവാദം ചോദിക്കണമായിരുന്നു. നീ വന്നു, ആരില്ലാത്ത സമയത്ത് നീ വന്നു എന്ന് പറയാണ്. ആരില്ലാത്ത സമയത്തല്ല, ഞാൻ വന്നപ്പോ അവിടെ ഇഷിത ഉണ്ടായിരുന്നു. എന്നിട്ട് ഇഷിതനെ നീ പറഞ്ഞയച്ചു. അതിനുശേഷം നീ അവിടെ ഇരുന്നു. വയ്യാതെ കിടക്കുന്ന ചിപ്പിമോളെ വല്ലാതെ നിർബന്ധിച്ചു. അതിനുശേഷം ചിപ്പിമോള് നിന്റെ സാമീപ്യം ആഗ്രഹിക്കുന്ന പോലുമില്ല. നിന്നോട് ഇറങ്ങിപ്പോവാൻ വരെ അവള് പറഞ്ഞു, പക്ഷെ നീ കേട്ടില്ല. അവളെ ഭയങ്കരമായിട്ട് ഭയപ്പെടുത്താനാണ് നീ ശ്രമിച്ചത്. എൻ്റെ മോള് ആകെ പേടിച്ച് ഭയപ്പെട്ടു എന്നൊക്കെ മഹേഷ് പറയുമ്പോ, ചിപ്പി ചിപ്പി എന്റെയും കൂടി മോളല്ലേ മഹേഷ് എന്ന് പറയുമ്പോൾ, ശരിയാണ് നിന്റെ മോളാണ്, പക്ഷെ നീ ഒരു കാര്യം ആലോചിക്കണം. അവൾക്ക് എത്ര മാസം പ്രായമുള്ളപ്പോഴാണ് നീ അവളെ ഇട്ടേച്ചും പോയത് എന്ന് ആലോചിക്കണം. അതുകൊണ്ട് അങ്ങനെ അമ്മയുടെ സ്നേഹത്തിന്റെ കാർഡും അമ്മ ജമീന കാർഡും നീ എൻ്റെ അടുത്ത് എടുക്കാൻ നിൽക്കല്ലേ രചന എന്ന് പറഞ്ഞിട്ട് മഹേഷ് ഫോം വെക്കാണ്. രചന ആണെങ്കിൽ ആകെ നാണം കെട്ട പോലെ അങ്ങനെ നിൽക്കുവാട്ടോ. മഹേഷ് ആണെങ്കിൽ പഴയ കാര്യം ആലോചിക്കാട്ടോ. ചിപ്പിക്ക് നല്ല ചെറുപ്പത്തിലല്ല രചന ഇറങ്ങിപ്പോയത്. ആ സമയത്ത് ചിപ്പി ഒരുപാട് കരയുമായിരുന്നു. മഹേഷ് രചനയുടെ കാല് പിടിക്കാൻ വരെ പോയിരുന്നു. രചന, ഒന്ന് വാ രചന, മോള് ഭയങ്കര കരച്ചിലാണ്, കരച്ചിൽ നിർത്താൻ എനിക്ക് സാധിക്കുന്നില്ല. മോളിപ്പോ അമ്മയുടെ കൂടെ നിൽക്കണ്ട്. രചനക്ക് അവിടെ വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ മോളൊരു 6 മാസത്തേക്ക് ഇവിടെ കൊണ്ടു നിർത്തട്ടെ. കുഞ്ഞിപ്പോ പാല് കുടിച്ചു വളരേണ്ട പ്രായമല്ലേ, പ്ലീസ് രചന എന്നൊക്കെ മഹേഷ് പറഞ്ഞപ്പോ പറ്റില്ല എന്ന് രചന പറഞ്ഞത് ആലോചിക്കുന്നതാട്ടോ മഹേഷ്. പിന്നീട് കാണുന്നത് സ്വപ്നവല്ലിനെയാണ്. സ്വപ്നവല്ലി രാമനാഥനോട് ചോദിക്കുന്നുണ്ട്, ചിപ്പിനെ ഡിസ്ചാർജ് ഇന്ന് ചെയ്യില്ലേ? പിന്നെന്താ ഇത്ര താമസിക്കുന്നത് അവർ വരാനായിട്ട്? രാമനാഥൻ പറയുന്നുണ്ട്, അവളെ ഡിസ്ചാർജ് ചെയ്തു. പിന്നെ ഇഷിതക്ക് ഹോസ്പിറ്റലിൽ എന്തോ ഒരു തിരക്കുണ്ട്. ഇഷിതയുടെ തിരക്ക് കഴിഞ്ഞിട്ട് ചിപ്പിനെ കൂട്ടിക്കൊണ്ട് അവര് വന്നോളൂ എന്ന് പറയാണ്. ശേഷം രാമനാഥൻ പറയേണ്ടത്, ഇവിടെ നടന്ന കാര്യമൊന്നും ഇഷിതടുത്ത് മഹേഷിനോട് പറയരുത്. പിന്നെ ചിപ്പി വീഴാനുണ്ടായ കാരണം നമ്മുടെ മഞ്ജിമയാണെന്നുള്ള കാര്യം ഇഷിതടുത്ത് പറയണ്ട എന്ന് പറയുമ്പോഴേക്കും സ്വപ്നവല്ലി പറയണ്ട, അങ്ങനെ പറയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടല്ലോ. ഞാനൊരു കാര്യം സ്വപ്നം എടുത്ത് പറയാം, ഇതിനെല്ലാത്തിനും കാരണക്കാരി മഞ്ജിമയാണ്. ചിപ്പിമോള് വീഴാനും അതുപോലെ തന്നെ അവരുടെ ടൂർ മുടങ്ങാനും എല്ലാത്തിനും കാരണം മഞ്ജിമയാണ്. അത് സ്വപ്നം ആലോചിച്ചാൽ കൊള്ളാം. സ്വപ്നത്തിന് വേറെ പണിയൊന്നുമില്ലെങ്കിൽ ചിപ്പിമോളുടെ റൂം അടിച്ചു തുടച്ച് വൃത്തിയാക്കി വെക്ക് പോ എന്ന് പറയുമ്പോൾ സ്വപ്നവല്ലി റൂമൊക്കെ അടിച്ചു തുടക്കാൻ വേണ്ടി അകത്തേക്ക് കയറി പോവാട്ടോ. അതേസമയം ചിപ്പിയെ ഡിസ്ചാർജ് ചെയ്തിട്ട് മഹേഷും ഇഷിതയും ചിപ്പിനെയും കൂട്ടിക്കൊണ്ട് തിരിച്ച് ഫ്ലാറ്റിലേക്ക് പോകുവാണ്. ഇഷിത ചോദിക്കുന്നുണ്ട്, മോൾക്കിപ്പോ സന്തോഷമായോ? ഡിസ്ചാർജ് ആവുമ്പോ ഭയങ്കര കാത്തിരിപ്പായിരുന്നല്ലോ എന്ന് പറയാണ്. അതെ അതെ, മോള് ഭയങ്കര കാത്തിരിപ്പായിരുന്നത് മഹേഷ് പറയുമ്പോ ചിപ്പി പറയണ്ട്, ഇപ്പൊ ഞാൻ സന്തോഷമായി. പിന്നെ ഞാൻ നാളെ മുതൽ സ്കൂളിൽ പോകും കേട്ടോ എന്ന് പറയുമ്പോ ഇഷിത പറയണ്ടേ, സ്കൂളിൽ പോകാനോ? ഒരിക്കലും സാധിക്കില്ല. 2 ദിവസം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് മാത്രം മോളിനെ സ്കൂളിലേക്ക് വിടത്തുള്ളൂ എന്ന് പറയുമ്പോഴേക്കും, പ്ലീസ് ഞാൻ നാളെ സ്കൂളിലേക്ക് പോയിക്കോട്ടെ. എനിക്ക് നാളെ ക്ലാസ് എന്തായാലും പോകണം, ഫ്രണ്ട്സിനെയൊക്കെ കാണണം, പഠിക്കാനുണ്ട്. പിന്നെ അമ്മയും അതുപോലെ തന്നെ ഡാഡിയും കൂടി എന്തായാലും ടൂർ പോകണം. അപ്പോൾ ഞാൻ സ്കൂളിൽ പോകണമല്ലോ. ഓഹോ, അപ്പൊ അതിനെയാണ് നീ ഇത്ര പെട്ടെന്ന് ക്ലാസ്സിൽ പോണേ അല്ലേ എന്ന് നിഷിത്ത് ചോദിക്കുമ്പോൾ മഹേഷ് പറയുന്നുണ്ട്, അത് അവള് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി നമ്മളെ ടൂർ വിടാൻ വേണ്ടിയിട്ടാണ് ആള് പോണേന്ന്. അപ്പോഴേക്കും ഇഷ്ടം പറയണ്ട, മോളെ ടൂറൊക്കെ പിന്നീട് പോവാൻ മോളെ. ചിപ്പി മോൾക്ക് ഞങ്ങൾ വാക്ക് തരാണ്, മോള് സുഖപ്പെട്ട് കഴിഞ്ഞിട്ട് അമ്മയും ഡാഡിയും കൂടി ടൂർ പോയിക്കോളാം. പക്ഷെ നാളെ നിങ്ങൾ പോയാൽ നല്ലതായിരുന്നു എന്ന് ചിപ്പി പറയുമ്പോൾ മഹേഷ് പറയണ്ട, നാളെ പോയാൽ ശരിയാവില്ല മോളെ, ഞാനിപ്പോ റിസോർട്ടൊക്കെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി വിളിച്ചു പറയുകയും ചെയ്തു എന്ന് മഹേഷ് പറയാണ്.
ഷിപ്പി പറയുന്നുണ്ട്, അതെ ഡാഡി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ ഡിസ്ചാർജ് ആയ കാര്യം ആദ്യേട്ടനോട് പറഞ്ഞായിരുന്നോ? ഇല്ല പറഞ്ഞിട്ടില്ല. എങ്കിൽ പറയണം, അല്ലെങ്കിൽ നാളെ രാവിലെ തന്നെ ആദ്യേട്ടൻ ഹോസ്പിറ്റലിലേക്ക് വരും. അതൊക്കെ ഞാൻ പറഞ്ഞോളാം മോളെ എന്ന് മഹേഷ് പറയാണ്. ശേഷം അവർ വീട്ടിലേക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കാട്ടോ. അവരെയും കാത്ത് രാമനാഥനും സ്വപ്നവലി റൂമിന് പുറത്തിങ്ങനെ ഇറങ്ങി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ വരുന്നതും കാത്തിട്ട് ആ സമയത്ത് സ്വപ്നവലി രാമനാഥനോട് പറയുന്നുണ്ട്, മോള് ഡിസ്ചാർജ് ആയിട്ട് ഇത്ര നേരം ഇതുവരെ അവർ വന്നില്ലല്ലോ രാമ, അവരെന്താ ഇങ്ങനെ വരാൻ വൈകുന്നത്? രാമനാഥൻ പറയുന്നുണ്ട്, അവര് വൈകുന്നത് എന്താന്ന് എനിക്കും അറിയില്ല. രാത്രിയാണ്ട് ഒരു വഴിയിൽ ബ്ലോക്ക് ഒന്നും ഉണ്ടാവില്ല, പിന്നെ എന്താ വരാൻ വൈകണെന്ന് അറിയില്ല. സ്വപ്നവലി പറഞ്ഞിട്ട് ഒന്ന് വന്നാ മതിയായിരുന്നു അവര്. ആകെ ഒരു നിരാശ, അവരുടെ ടൂറ് മുടങ്ങിയല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഇതിങ്ങനെയൊക്കെ നമുക്ക് ആലോചിക്കാൻ എങ്ങനെ സാധിക്കുന്നു. സ്വപ്നം, അവളൊരു മനുഷ്യ സ്ത്രീയല്ലേ, ഒരു കുട്ടീനെ വേദനിപ്പിച്ചു ഇങ്ങനെയൊക്കെ ഇതാക്കാൻ ആണോ അല്ലേ എന്നൊക്കെ പറയുമ്പോൾ അതിനൊന്നും സ്വപ്നവലി പറയുന്നില്ല. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കെ തന്നെ നമ്മുടെ മഹേഷും ഇഷിതയും ചിപ്പിയും കൂടി അങ്ങോട്ടേക്ക് വരുവാണ്. ചിപ്പിനെ മഹേഷ് എടുത്ത് പിടിച്ചിരിക്കാട്ടോ. അപ്പോഴേക്കും സ്വപ്നവല്ലി ഓടി വരുന്നുണ്ട്. ആഹാ, അച്ഛമ്മയുടെ കണ്ണ വന്നോ? അച്ഛമ്മയൊക്കെ ആകെ പേടിച്ചു പോയി. പേടിക്കണ്ടട്ടോ, എനിക്ക് ഒരു കുഴപ്പമില്ല, ഇപ്പൊ ഞാൻ ഓക്കെയാണ്. നെറ്റിയിൽ ചെറിയൊരു വേദന അത്രയേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ്. ആ, ദൈവം കാത്തു എന്ന് സ്വപ്നവല്ലി പറയുമ്പോഴേക്കും നമ്മുടെ മഞ്ജുമേന നമ്മുടെ ചിപ്പി അന്വേഷിക്കുന്നുണ്ടോ. അതെ, എവിടെ മഞ്ജുമാപ്പ എന്ന് പറയാണ്. സ്വപ്നവല്ലി ചോദിക്കണ്ടേ, എൻ്റെ മോളെ നിനക്ക് ഇവരുടെ കൂടെ ടൂറ് പോകണമെങ്കിൽ നിന്നെ അങ്ങടുത്ത് പറഞ്ഞെങ്കിൽ ഇവരുടെ കൂടെ ഞങ്ങൾ ടൂറ് വിട്ടാനല്ലോ. ഞാൻ അച്ഛമ്മടുത്ത് ചോദിച്ചത് കേട്ടില്ലേ, മഞ്ജുമാപ്പ എവിടെയെന്ന്. ഇതെല്ലാം കേട്ടുകൊണ്ട് മഞ്ജുമ അടുക്കളയിൽ ഒളിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. 2 പ്രാവശ്യം വിളിച്ചത് കൊണ്ട് തന്നെ മഞ്ജുമ, ആ ഇതാരും ചെപ്പി പോളോ, ഇതെപ്പ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്തേക്ക് വരുവാട്ടോ. ചിപ്പി മഞ്ജുമെടുത്ത് പറയണ്ട്, എൻ്റെ ഡാഡിയും അമ്മയും ടൂറ് പോയിരിക്കും. ഈ ചിപ്പിയാ പറയണത്, ഈ ചിപ്പി തന്നെ 2 പേര് ടൂറ് പറഞ്ഞയക്കും എന്ന് ഇങ്ങനെ പറയുമ്പോഴേക്കും മഞ്ജുമ ആകെ നാണം കിട്ട് മുഖമൊക്കെ ആകെ വാടി ഇങ്ങനെ നിൽക്കുവാട്ടോ. ശേഷം രാമനാഥൻ പറയുന്നുണ്ട്, മോൾ നന്നായിട്ട് റെസ്റ്റ് എടുക്കണം എന്ന് പറയുമ്പോഴേക്കും മഹേഷിത പറയുന്നുണ്ട്, അതെ ഞാനും അത് തന്നെയാ പറയണത്, സ്കൂളിലേക്കൊന്നും പോകണ്ട, നന്നായിട്ട് റെസ്റ്റ് എടുക്കണം, കണ്ണിന് സ്ട്രെയിൻ കൊടുക്കാൻ പാടില്ല, പിന്നെ സംസാരവും അധികം പാടില്ല, അപ്പൊ ബെഡ് റെസ്റ്റ് തന്നെയാ ബെസ്റ്റ് എന്ന് രാമനാഥൻ പറയാണ്. മോനെ മഹേഷ്, മോളെ കൊണ്ട് കിടത്ത് എന്ന് പറയുന്നുണ്ട്. മഹേഷ് മോളെ കൊണ്ട് കിടത്താൻ വേണ്ടി റൂമിലേക്ക് പോവാണ്. തൊട്ടു പിന്നാലെ ഇഷിതയും പോകുന്നുണ്ട്. അവര് പോയി കഴിയുമ്പോഴേക്കും രാമനാഥനാണെന്നുണ്ടെങ്കിൽ മഞ്ജുമെടുത്ത് പറയണ്ട്, ആ കുട്ടിക്കുള്ള തിരിച്ചറിവ് എങ്കിലും നിനക്കുണ്ടോടി എന്ന് മഞ്ജുമെടുത്ത് ചോദിക്കാട്ടോ. ചിപ്പി പറഞ്ഞത് നീ കേട്ടില്ലേ, അവള് നിന്റെ മുഖത്തൊക്കെ വെല്ലുവിളിച്ചതാ, അവളുടെ ഡാഡിനെയും മമ്മേനെയും ടൂർ വിടോന്ന് പറഞ്ഞിട്ട്. ആ ബോധം പോലും നിനക്കില്ലല്ലോടി, നിനക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തിനു ചെയ്ത് കാണിക്ക് എന്നൊക്കെ പറഞ്ഞ് അവൾ നൈസായിട്ട് നിന്നെ വെല്ലുവിളിച്ചതാടി. ആ കുട്ടിക്കുള്ള ബോധവും വിവരവും പോലും നിനക്കില്ലല്ലോ എന്നൊക്കെ പണ്ട് രാമനാഥൻ അകത്ത് കയറി പോവാണ്. ശേഷം സ്വപ്നവല്ലി മഞ്ജുമെടുത്ത് ചോദിക്കുന്നുണ്ട്, അവരുടെ ടൂറ് മുടക്കിയെങ്കിൽ എത്ര രൂപ തരാന്നാടി നിന്നോട് രചന പറഞ്ഞത്? നിനക്ക് ഞാൻ പൈസ കിട്ടുമല്ലോ, കാരണം അവിടെ ടൂറ് മുടങ്ങിയല്ലോ. അപ്പോഴേക്കും മഞ്ജു പറയണ്ട്, അമ്മക്ക് എത്ര ശതമാനം പൈസ വേണം പറയമ്മേ, കിട്ടില്ലതിന് എത്ര ശതമാനം അമ്മക്ക് വേണോന്ന് എന്ന് ചോദിക്കുമ്പോൾ സ്വപ്നവല്ലി ദേഷ്യത്തോട് കൂടി തന്നെ മഞ്ജുമേനെ നോക്കുവാട്ടോ. മഞ്ജുമ ഒന്നും മിണ്ടാതെ റൂമിലേക്ക് കയറി പോവാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദീനെയാണ്. ആദി എന്തൊക്കെയോ ആലോചിച്ച് കട്ടിലിൽ ഒറ്റയ്ക്കിരിക്കുവാട്ടോ. രചന വന്നിട്ട് ആദ്യത്ത് ചോദിക്കുന്നുണ്ട്, ഇന്ന് എന്നെ മഹേഷ് തല്ലിയ കാര്യം നീ മഹേഷിനോട് ചോദിച്ചായിരുന്നോ? ഇല്ല അല്ലേ? കാര്യം എനിക്ക് വേണ്ടി ചോദിക്കാൻ ഇല്ല. ഞാൻ എന്ത് തെറ്റാ മോനെ ചെയ്തത്? ഞാൻ പോയപ്പോഴേക്കും ചിപ്പി ഒറ്റക്ക് കിടക്കായിരുന്നു. പാവം കുഞ്ഞു ഒറ്റക്ക് കിടക്കേണ്ടപ്പോ എനിക്ക് സഹിച്ചില്ല, ഞാൻ അവളുടെ കൂടെ നിന്നിട്ട് കൂട്ടുനിന്നു എന്ന് പറയുമ്പോ ആദ്യം പറയണ്ട്, അവിടെ ഒരു നേഴ്സ് ഉണ്ടായിരുന്നില്ലേ? നേഴ്സ് ഇഷിത അവളുടെ വഴിക്ക് പോയി, ഒരു നേഴ്സ് വന്നായിരുന്നു. ചിപ്പി മോളുടെ മമ്മിയല്ലേ എന്ന് അവൾ എന്നോട് ചോദിച്ചു. അതേന്ന് ഞാൻ പറഞ്ഞപ്പോ അവൾ ഇറങ്ങി പോവുകയും ചെയ്തു. ചിപ്പി മോള് കണ്ണു തുറന്നപ്പോഴേക്കും അവളുടെ അമ്മേനെ കാണുന്ന ഭയങ്കര ബഹളമായിരുന്നു. അവള് നിലത്ത് വീണ തല പൊട്ടിയാലോ എന്നൊക്കെ ആലോചിച്ച് ഞാൻ പിടിച്ചു വെച്ചു, വേണ്ട പോവണ്ട എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തി. അത് കണ്ടുവന്ന മഹേഷ് എന്നെ തെറ്റിദ്ധരിച്ചു, എന്റെ മുഖത്തടിച്ചു. എന്തൊക്കെ ആയിക്കോട്ടെ, ഞാൻ അവളെ 10 മാസം നൊന്ത് പ്രസവിച്ച മകളല്ലേ, അതുപോലും മഹേഷ് ആലോചിച്ചില്ല. മഹേഷിനെ തല്ലിയത് വല്ലാത്ത നാണക്കേടാണ്, എനിക്ക് വല്ലാത്ത വിഷമമായി പോയി. എന്റെ മോൻ പോലും അതിനെക്കുറിച്ച് ചോദിക്കാൻ പോയില്ലല്ലോ എന്ന് പറയുമ്പോ ആദ്യം പറയണ്ട്, മമ്മിയുടെ ആരാ പറഞ്ഞ ഞാൻ ചോദിച്ചില്ലെന്ന്, ഞാൻ ഡാഡിയുടെ അടുത്ത് ചോദിച്ചിരുന്നു. അപ്പൊ ഡാഡി പറഞ്ഞത് ചിപ്പി മോളെ വല്ലാത്ത രീതിയിൽ ഉപദ്രവിക്കാൻ വേണ്ടി മമ്മി നോക്കിയെന്നാണ് പറഞ്ഞത്. മഹേഷ് അങ്ങനെയല്ലേ പറയൂ, മഹേഷിനിപ്പോ 2ാം ഭാര്യ മതിയല്ലോ. എന്നെ കുറിച്ച് ഒരു വിചാരമോ ഒന്നും തന്നെ മഹേഷിന് ഇല്ലല്ലോ. ഞാനാണ് 2 പിള്ളേരുടെ അമ്മ എന്നൊന്നും മഹേഷിന് ഒരു ഇഷ്ടോ ഇതൊന്നുമില്ല. ഞാൻ ആർക്ക് വേണ്ടിട്ടാ മോനെ ജീവിക്കണത്?
നീയും നീയും ഇന്നല്ലെങ്കിൽ നാളെ മഹേഷിന്റെ കൂടെ പോകുന്നു പേടിയായിരിക്കും. പിന്നെ കൂടെ നിൽക്കേണ്ട ആകാശ് എപ്പോഴേ എന്നെ തള്ളിക്കളഞ്ഞു. എനിക്ക് എന്തിനാ ജീവിക്കണ്ടെന്നും എന്തിനു വേണ്ടിയിട്ടാ ജീവിക്കണ്ടെന്നും ഒന്നും അറിയില്ല. മോൻ തന്നെ ആലോചിച്ച് നോക്ക്. ചിപ്പി എന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമായതുകൊണ്ടാണ് അവള് വീണപ്പോ തന്നെ ഞാൻ അറിഞ്ഞത്. പക്ഷെ ആർക്കും എന്റെ സ്നേഹം മനസ്സിലാവുന്നില്ല എന്നൊക്കെ പണ്ട് രചന കരയാണ്. അത് കാണുമ്പോ ആദ്യം പറഞ്ഞു മമ്മി ഇങ്ങനെ കരയല്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ സമാധാനിപ്പിക്കാണ്. വേണ്ട മോനെ, എനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കണം എന്ന് പറഞ്ഞ രചന കണ്ണുനീരൊക്കെ തുടച്ചിട്ട് റൂമിലേക്ക് പോയിരിക്കുകയാണ്. ആദ്യം അതിനെക്കുറിച്ച് ആലോചിച്ച് ആകെ വിഷമിച്ചിരിക്കുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത് കേട്ടോ. നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് ആകാശ് മഹേഷിനെ വിളിച്ച് പറയുന്നുണ്ട്, എടാ നിന്റെ ചെതക്ക് തീ കൊളുത്താൻ പോണതും നിന്റെ ചെത എടുക്കണതും ഒക്കെ അത് തന്നെയായിരിക്കും. പക്ഷെ ഒരു കാര്യം കൂടിയുണ്ട്, നിന്നെ മരണത്തിലേക്ക് തള്ളിയിടാൻ പോണതും അവൻ തന്നെയാണടാ എന്നിങ്ങനെ പറയാണ്. ശേഷം ആദി ഇഷിതനെ വിളിക്കുന്നുണ്ട്. ഇഷിതടുത്ത് പറയുന്നുണ്ട്, ഡാഡി ഇഷിതാമ്മടുത്ത് പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല. ഇഷിതാമ്മ എൻ്റെ മമ്മീനെ ഡാഡി ഇത് തല്ലി എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ ഇഷിതക്ക് വിഷമമാട്ടോ. ഇഷിത മഹേഷിനോട് ചോദിക്കുന്നുണ്ട്, മഹേഷ് ഇന്ന് രചനേനെ മഹേഷ് തല്ലിയോ? തല്ലേണ്ടി വന്നു. എങ്കിൽ മഹേഷ് ഒരു സോറി പറയണം അവളോട് ഈ നിമിഷം എന്ന് പറയാണ്. അത് കേട്ട് മഹേഷ് ഇഷ്ടയുടെ മുഖത്ത് നോക്കുന്ന ഭാഗത്തോടെയാണ് പ്രൊമോ തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.